സത്യം പറഞ്ഞാൽ ഇപ്പം തമിഴ്നാട്ടിൽ ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ്. ഇന്ന് രാവിലെ 11:30 സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലൈവൻ രാഹുൽ ഗാന്ധി രാവിലെ തന്നെ ചെന്നൈയിലെത്തി വിജയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നേരെ തിരിഞ്ഞു. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്ക് എത്തത്തില്ല. എന്താണ് നടക്കുന്നത് തമിഴ്നാട്ടിൽ? ഇതിൻ്റെ വില്ലൻ ഇനി സ്റ്റാലിനാണ്. സ്റ്റാലിന് ഒരു സൈഡിൽ പുതിയ ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയൊരു ഇത് രൂപീകരിക്കാൻ വേണ്ടി സ്റ്റാലിൻ വില്ലനായിട്ട് വേറൊരു സൈഡിൽ നിൽക്കുന്നു. ഇപ്പം മൊത്തത്തിൽ ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കും, ഓരോ നിമിഷവും എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് അന്യ ട്വിസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വർഷം കൊണ്ട് സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ച് അതിൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച തലവതി വേറെ ലെവൽ, ഒന്നും പറയാനില്ല. പക്ഷെ അദ്ദേഹം തമിഴ്നാട്ടിൽ CM ആയിക്കഴിഞ്ഞാൽ പലർക്കും കുരു പൊട്ടും. അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ അദ്ദേഹത്തെ തളർത്താമോ, എങ്ങനെയൊക്കെ പണി കൊടുക്കാമോ, എവിടുന്നൊക്കെ പണി കൊടുക്കാമോ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നമ്മൾ അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്.